ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 5/6/2025 വ്യാഴാഴ്ച 24,761 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,748 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ആണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ലോ ആൻഡ് ഹൈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 360 പോയിന്റിനടുക്കെയുള്ള ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയെങ്കിലും ചെറിയ ഒരു അപ്പ് മൂവ് തന്നു. എന്നാൽ അവിടുന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. അത്തരത്തിലൊരു മൂവ് ലഭിച്ചാൽ ആദ്യമേ ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് എന്നത് 24,689 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത് കൃത്യമായും ആ മൂവ് തന്നിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞവർക്ക് വളരെ നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് ഒരു ചാൻസിന് വെയിറ്റ് ചെയ്തവർ ഒരു ചെറിയ റീടെസ്റ്റ് പ്രതീക്ഷിച്ച് നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിട്ടുണ്ടാവണം. അത്തരത്തിൽ ഒരു ട്രേഡ് ചെയ്തവർക്ക് പ്രോഫിറ്റിലോട്ട് ട്രേഡ് വന്നു എങ്കിൽ പോലും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകളിലോട്ട് വന്നു വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് റിവേഴ്സായി ഡേയ്സ് ഹൈയും തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ഒരു ട്രേഡ് പ്രതീക്ഷിച്ച് നിന്ന് ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ അതല്ലെങ്കിൽ ട്രേഡിംഗ് ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാതെ നിന്ന് ഏതൊരാൾക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു മൂവ് കിട്ടിയ ഉടനെ തന്നെ വീണ്ടും ഒരു ചെറിയ ഡിക്ലൈൻ തന്നു. ഒരു എൻട്രി ആയിരുന്നത്. അത്തരത്തിൽ ഈ എൻട്രി തിരിച്ചറിഞ്ഞു ചെറിയ ടൈം ഫ്രെയിമിൽ നിന്നും ഇത് മനസ്സിലാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും ഇന്ന് നല്ല പ്രോഫിറ്റ് ആയിരുന്നു. എന്നാൽ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയപ്പോൾ കൃത്യമായി സ്റ്റോപ്പ് ലോസുകൾ ഈ തരത്തിൽ പാലിച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടി നമ്മൾ കൃത്യമായും ആ ട്രേഡിൽ നിന്നും എക്സിറ്റ് ആവുന്നതാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസോട് കൂടി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞ ഏതൊരാൾക്കും അവർക്ക് വന്നിട്ടുണ്ടായിരുന്ന ലോസ് റിക്കവർ ചെയ്യാനും നല്ല പ്രോഫിറ്റിൽ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയതിനു ശേഷം ഒരു ട്രെൻഡ് ഫോം ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യാം എന്ന് കരുതി നിന്ന ഏതൊരാൾക്കും ഫ്രഷായി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ട്രേഡ് ചെയ്ത ഒട്ടനവധി പേർ വളരെ വലിയ പ്രോഫിറ്റിന്റെ പിയാൻഡുകൾ എനിക്ക് അയച്ചു തന്നിരുന്നു. സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുകയും ട്രേഡിംഗ് പ്ലാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ സ്വന്തം ചാർട്ടുകളിൽ രേഖപ്പെടുത്തി അവയ്ക്കനുസൃതമായി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന ട്രേഡിംഗ് ലെവലുകൾ പ്രത്യേകിച്ചും ഈ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തുന്നത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 90-95% ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടെന്ന് ബോധ്യമായിട്ടുള്ളതാവണം. എന്നാൽ ആ ലെവലുകളെ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നത് മാത്രമാണ് അവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏതൊരാളും ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. അത് ഇൻഡെക്സിലായിക്കോട്ടെ. ഈ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഒരു ATM ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെയും ഒരു ട്രേഡിംഗ് പ്ലാൻ പെട്ടെന്ന് വരച്ച് ചേർക്കാവുന്നതാണ്. അത്തരത്തിൽ ചേർത്ത് ആ സ്റ്റോപ്പ് ലോസ് കൃത്യമായി പാലിച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലഭിക്കും. എന്നാൽ ലോസ് വരികയാണെങ്കിൽ തന്നെ അത് ലിമിറ്റഡ് ആയിരിക്കും. മറ്റൊരു ട്രേഡിൽ അതിനെ കവർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഏതൊരാളും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുന്നത് ഏറെ ഗുണകരമായിരിക്കുമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ച ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത വർക്കിംഗ് ഡേയിലേക്ക്, ഇനി ശനി ഞായർ 2 ദിവസം അവധിയാണ്, അടുത്ത വർക്കിംഗ് ഡേയിലേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 24,980 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,947 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുകളിലേക്ക് 25,064, 25,080, 25,117, 25,213 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്നത് 25,064 എന്ന് പറയുന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള
മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,900 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കുന്നു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡലിൻ്റെ എങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്ത് കാണുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 56,520 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 56,339 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പർ സൈഡിലേക്ക് ഇന്നത്തെ ഡേയ്സ് ഹൈ അതുപോലെ 56,777, 57,051, 57,680 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു ക്ലോസിംഗ് തന്നെയാണ്. അത്തരത്തിൽ ഒരു മൂവ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 56,339 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അല്പം വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ഏരിയകളാണ് ഇവിടെ മൈനർ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 55,699 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്ന് കരുതുന്നു. ലെവലുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 82,155 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 82,036 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ റെസിസ്റ്റൻസുകളായി 82,419, 82,582, 722 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 82,419 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. മുകളിലേക്ക് ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസുകളാണ് ഇവിടെ ചേർത്ത് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,913 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ അല്പം സ്ട്രോങ് സപ്പോർട്ടുകളായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ലെവലുകളാണ്. അപ്പോൾ ഇത്രയുമാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാനായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിൻ്റെ കാഴ്ചക്കാർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം.
റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ് എന്ന് ഓർമ്മിക്കണം. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ ഒരു കൃത്യത പാലിക്കുന്നുണ്ട് എന്ന് ബോധ്യമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്യുക. പതിവ് പോലെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്സാപ്പ് വോയിസ് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 2 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്